guys, welcome to my YouTube channel. So this is my sister Arya and me Adira. And നമ്മൾ ഇന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ചേച്ചിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചേച്ചി ഇങ്ങനെയൊക്കെ ആൻസർ പറയാം, അപ്പം ഞാനും അതിന് ഉത്തരം പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട്സ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓഫ് അസ്? ഓക്കെ ഓക്കെ പണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 3-ലോ 2-ലൊക്കെ വരുള്ളൂ. ഈ സമയത്ത് ഒരു ദിവസത്തിലിരുന്ന് TV ആണിരുന്നത്. പെട്ടെന്ന് ഇവള് പുറത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇവള് പുറത്തുനിന്ന് പേടിച്ച് പാമ്പെന്ന് വിളിച്ച് ഓടി വരണം. അപ്പൊ ഞാനും പേടിച്ചു, അയ്യോ പാമ്പല്ലേ എന്ന് ഇതാണ്. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഇവള് ഓടി ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണേ. എന്നിട്ട് ബാക്കിൽ പാമ്പെന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ച് ബാക്കിൽ നോക്കിയപ്പം ഇവളൊന്നൊരു പാവാട കിട്ടുന്നു. ഈ പാവാടയുടെ അറ്റത്ത് ഈ ഓലക്കാലുണ്ടല്ലോ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നു. എന്നിട്ട് ഇവിടെ അത് പാമ്പെന്ന് പറഞ്ഞ് വീട് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. അപ്പം ആ സമയത്ത് ഇപ്പോഴും ആരെങ്കിലും ചെറിയ ചിരിയൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അതെനിക്കൊരു നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. അപ്പം നമ്മളൊരു മെമ്മറി ചോദിക്കുകയാണെങ്കിൽ, ഞാനും ആര്യയും കൂടി പണ്ട് കൊച്ചിലെ ഐസ്ക്രീം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴത്തേക്കും ആര്യ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കുടിച്ചോണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പൊ എന്ത് ചെയ്തു? എങ്കിലും കുറച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുടിച്ചോണ്ട് നിൽക്കരുത്. അപ്പൊ ആര്യ എന്ത് ചെയ്തു? അപ്പൊ ആര്യാണെങ്കിൽ എന്റെ ഐസ്ക്രീം എടുത്ത് കളഞ്ഞു. എങ്കിലും ഉള്ളതൊക്കെ വച്ച് എല്ലാം എടുത്ത് ബാക്കിയുള്ളതെല്ലാം കുറച്ചെങ്കിലും കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അങ്ങനെ ആര്യ എന്ത് ചെയ്ത് ആ ഐസ്ക്രീം എടുത്ത് കളഞ്ഞപ്പോ എന്ത് ചെയ്ത് അച്ഛൻ ഞാൻ കിടന്ന് കരയും. ഞാൻ പെട്ടെന്ന് കരയും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് അച്ഛൻ വന്ന് ആര്യ ഇവിടെ ഫുള്ളിട്ട് ഓടിച്ചിട്ട് അടിച്ച് ആര്യയുടെ കാലൊക്കെ നീരായി. അങ്ങനെ അപ്പൂപ്പ എന്തൊക്കെ ചെയ്തു കൊടുത്ത് അന്ന് ഭയങ്കര ഇതായിരുന്നു. വേറെ ഒരുപാട് മൊമെന്റ്സ് നമ്മൾ പണ്ട് സീരിയലൊക്കെ കളിക്കുമായിരുന്നേ. പിന്നെ ആര്യ ഞാൻ ചേച്ചിയാണ് വിളിച്ചോണ്ടിരുന്നത്. എനിക്ക് റെസ്പെക്ട്, ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണേ. അപ്പൊ ആര്യ എടുത്ത് എന്ത് ചെയ്ത് ഞാൻ ചേച്ചി എന്നാണ് വിളിക്കണം. അങ്ങനെ ആര്യന്റെ മുതുകിൽ കുറെ ഇടിച്ചിട്ട് പറഞ്ഞു, ഇനി എന്റെ മേലെ ചേച്ചിന്ന് വിളിക്കരുത്. ആര്യക്ക് അതൊരു ഇൻസെക്യൂരിറ്റി ആണ് ചേച്ചിന്ന് വിളിക്കണത്. അങ്ങനെ ഞാൻ പിന്നെ അതുപോലെ പണ്ട് ആര്യ പറയുടെ കളികൾ കളിക്കണം, അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇടിച്ചു മൂവ്. വാട്ട്സ് വൺ തിങ് യു അഡ്മയർ അബൌട്ട് മീ? ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ആതിര എന്ന് പറയുന്നത് ഒന്നിനെ കെയർ ചെയ്യാത്ത ഒരാളാണ്. അതായത് ഇഷ്ടമുള്ളൊരു സ്വഭാവമാണ്. ആതിര ആരെയും ഒന്നിനെ കെയർ ചെയ്യാറില്ല എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാളും ഇപ്പൊ എന്റെ സ്വഭാവം വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാൾ മിണ്ടണില്ല. അതായത് ഇന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നും. അതായത് അയ്യോ ഇവരെന്ത് എൻ്റെ അടുത്ത് മിണ്ടാത്തത് എന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. പക്ഷെ ആതിരയാണെങ്കിൽ അവൾക്ക് അങ്ങനെ തോന്നലുണ്ടാവൂല. അവൾക്ക് എന്താ പറയാ, അതൊരു കെയർ ചെയ്യലാവും, വേണമെങ്കിൽ മിണ്ടട്ടെ എന്നൊരിതാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അവളുടെ ഈ സ്വഭാവം ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് ആര്യയിൽ എന്ന് പറഞ്ഞാൽ ആര്യയിലെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ, ആര്യ എവിടെ കിടന്നാലും ഏത് സമയത്ത് കിടന്നാലും ഉറങ്ങിപ്പോകും. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര ലക്കിയാണ് ഗൈസ്. കാരണം ഞാനൊക്കെ കിടന്ന 1.5 മണിക്കൂർ കഴിഞ്ഞ ഉറക്കം വരുള്ളൂ. ഇപ്പൊ പിന്നെ നേരത്തെ എണീക്കിനോട് പെട്ടെന്ന് വരും. അല്ലാതെ പക്ഷെ ആര്യ അങ്ങനെയല്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് എണീച്ചാൽ രാത്രി 10 മണി കിടന്നോളൂ. അതൊരു കഴിവാണ് ഗൈസ്. നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് ലെസൺ ലൈഫ് ഹാസ് ടോട്ട് യു? ഓക്കെ എന്ന് പറയുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠം എന്ന് പറയുമ്പം, നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. അതായത് ആരും ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. തീരെ വിശ്വസിക്കാൻ പാടില്ല എന്നല്ല, എന്നാലും എനിക്കങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്, നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. അതായത് എന്താ പറയാ, ആരെയും നമ്മളെ റിലേറ്റീവ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെയും തീരെ വിശ്വസിക്കരുതെന്നല്ല, പക്ഷെ അമിതമായിട്ട് നമ്മൾ ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴാണ് നമ്മൾ ആ ഒരു പിന്നിൽ നിന്ന് കുത്തുന്നത് നമുക്ക് പറയാൻ പറ്റൂല. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണ. ഒരുപാട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ആരെയും അങ്ങനെ അധികം വിശ്വസിക്കില്ല. അപ്പം നമ്മൾ ആരെയും അധികം വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇവരാരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇവരാരെയും കൂടെ കാണില്ല, നമുക്ക് നമ്മളെ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇറങ്ങുക. അപ്പൊ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട്സ് ദ വൺ ഡ്രീം യു സ്റ്റിൽ വാണ്ട് ടു അച്ചീവ്? ഓക്കെ, എനിക്കൊരു വെയിറ്റ് ഗോൾ ഉണ്ട്, അതെനിക്ക് എത്തണം, അതായത് അതിന് അച്ചീവ് ചെയ്യണം. എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഒരു വെയിറ്റ് ഗോൾ. അതായത് ഞാൻ വിചാരിക്കുന്ന ആ വെയിറ്റ് ഗോളല്ലേ എനിക്ക് എത്തണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത്, അതായത് അച്ചീവ് ചെയ്യേണ്ട ഒരു ഡ്രീം. ഇപ്പൊ കറണ്ട് ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട്സ് വൺ ഹാബിറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് അനോസ് യു ദ മോസ്റ്റ്? ഈ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവള് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം എന്ന് പറയുന്നത് ഈ മുറുക്കൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ശബ്ദമല്ല, ഈ ചവയ്ക്കുമ്പോൾ ഉള്ള ശബ്ദം. എനിക്കിത് ഇവളെന്നല്ല ആര് ചെയ്യണം എനിക്കിഷ്ടമല്ല. ഇവളാണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചവച്ചുകൊണ്ടിരിക്കും. അതെനിക്കിഷ്ടമില്ല. പിന്നെ രണ്ടാമത്തെ ഒരെണ്ണം കൂടെ ഈ ഫുഡിന്റെ ആയിരുന്നു തന്നെ, നമ്മളിപ്പം നമ്മള് ഭയങ്കര സ്ലോ ഈറ്ററാണ്. അത് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആസ് കമ്പയർഡ് ടു അതർ മൈ ഫ്രണ്ട്സ് ഞാൻ അത്ര സ്ലോ ഈറ്റർ അല്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ഈറ്റർ ആയതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് അല്ല, അങ്ങനെ നമ്മളിപ്പോ എവിടെയും കല്യാണത്തിനോ പാല് കാച്ചോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകണമെന്ന് വെച്ചോ, ഇവളിരുന്ന് ഭയങ്കര സ്ലോയിലാണ് കഴിക്കുന്നത്. ഞാനൊക്കെ കഴിച്ച് തീർന്നാലും ഇവിടെ അവിടെ അതിന്റെ പകുതി എത്തിയോലും കാണൂല. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ ഉരുള ഇങ്ങനെ കുഞ്ഞായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര സ്ലോയിലാണ് കഴിക്കുന്നത്. അത് ഞാനാണെങ്കിൽ അവിടെ പിന്നെ കാത്തിരുന്ന് ഒക്കെ വിളിച്ചോ, അത് ഭയങ്കര എനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നി. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അത്ര ആസ്വദിച്ചേ കഴിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇരുന്ന് കഴിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ അനോയിങ്. ആര്യയുടെ അനോയിങ് സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഞാൻ അത് വാങ്ങിക്കണം. അതാണ് എനിക്ക് എന്റെ സ്വഭാവം അനുസരിച്ച് അതാണ്. ഞാൻ വിലയൊന്നും നോക്കൂല, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അത് വാങ്ങിക്കും. പക്ഷെ അപ്പം വീട്ടുകാരും പറയും വാങ്ങിച്ചു തരാം, അവര് പൈസ ഉണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു തരും. അപ്പൊ ഈ ആര്യ പറയാം എന്തിനു വാങ്ങിക്കണത്, അത് എക്സ്പെൻസീവ് സാധനമല്ലേ, അതിന്റെ ആവശ്യമില്ല. അതിന് കാരണം ഞാൻ വിചാരിക്കുന്നത് ഇത്രയും പൈസ അല്ലേ, അല്ലെങ്കിൽ ഇത്രയും ഇത് വരൂലേ. ഓക്കെ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എന്നാൽ ഞാൻ ഇനി വല്ല സാധനവും വാങ്ങിച്ചതായിരിക്കണം, അതൊരു മോശം സ്വഭാവമല്ലേ, അല്ലെങ്കിൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ പറയാനേ പോകരുത്. അതൊരു അനോയിങ് സ്വഭാവമാണ് ആര്യയുടേത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ ഡു യു റിയലി ഫീൽ അബൌട്ട് അവർ ഫാമിലി ഡൈനാമിക്സ്? ആക്ച്വലി നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ അച്ഛൻ, അമ്മ, അമ്മാമ്മ, ഞാൻ ഇവിടെ ഞങ്ങൾ 5 പേരാണ്. ഞങ്ങൾ അച്ഛനും അമ്മയായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അങ്ങനെയല്ല, നമ്മൾ സംസാരിക്കും, നമ്മൾ എല്ലാം ചെയ്യും. നമുക്ക് അമ്മയാണെങ്കിൽ നമുക്ക് പറയണ എല്ലാ സാധനവും വാങ്ങിച്ചു തരും. പക്ഷെ എങ്കിലും നമ്മളൊരു ഡാഡീസ് പ്രിൻസസ് അല്ലെങ്കിൽ ഒരു മമ്മീസ് ഏഞ്ചൽ അങ്ങനത്തെ 2 പിള്ളേർ നമ്മൾ കൊച്ചിലെ അങ്ങനെയാണ് അല്ലേ. പിന്നെ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് അമ്മാമ്മയുടെ അടുത്താണ്. കാരണം അമ്മയ്ക്ക് കുഞ്ഞിന് മുതലേ ജോബുണ്ട്, ഇപ്പോഴും ജോബുണ്ട്. നമ്മുടെ കുഞ്ഞിന് മുതലേ അമ്മയ്ക്ക് ജോബുണ്ട്, ഇപ്പോഴും അമ്മയ്ക്ക് ജോബുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കാര്യമെല്ലാം നോക്കിയത് അമ്മാമ്മയാണ്. കൂടുതൽ അറ്റാച്ച്ഡ് അമ്മാമ്മയുടെ അടുത്താണ്. വാട്ട്സ് എ മൊമെന്റ് ഇൻ ലൈഫ് വെൻ യു ഫെൽറ്റ് ട്രൂലി ഹാപ്പി? ആക്ച്വലി അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ട്. അതായത് ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട്, പക്ഷെ എനിക്കിവിടെ പറയാൻ പറ്റില്ല, ഞാൻ പറയണില്ല ഇപ്പൊ ഇവിടെ. പിന്നെ വേറെ എന്ന് പറയണത് അങ്ങനെയില്ല, അതൊരങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഹാപ്പി ആവണമെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴേ ഫുഡ് കഴിക്കുമ്പോഴാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ഡ്രസ്സുണ്ട്. എനിക്ക് നല്ല ഫുഡൊക്കെ കിട്ടും, എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡ് കിട്ടുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആണ്. എസ്പെഷ്യലി മന്തി. സത്യം പറഞ്ഞാൽ ഹാപ്പി മൊമെന്റ് ആണ് ചോദിക്കുന്നത്. എങ്കിലും നമ്മൾ രണ്ടുപേരും ഫുഡിയാണ്, നമ്മൾക്ക് രണ്ടുപേർക്കും എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. അങ്ങനെ എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമാണ് ഫുഡ്. അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി. ഈസ് ദേർ സംതിങ് ടു ദാറ്റ് മേക്സ് യു ഫെൽറ്റ് ലൗഡ് ഓർ അപ്രീസിയേറ്റഡ്? ഞാൻ എന്തെങ്കിലും ചെയ്ത് അപ്രീസിയേറ്റഡ്? ഞാൻ ആര്യക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും അല്ലേ. ഭയങ്കരമായിട്ടല്ലെങ്കിൽ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് കുറെ പാരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, എനിക്ക് സപ്പോർട്ടീവ് ആണ്. മിക്ക കാര്യത്തിന് എന്റെ കൂടെ നിൽക്കും, അങ്ങനെ ഒരാളാണ്. ഓക്കെ, എന്റെ ചോദിച്ചാൽ ആര്യയാണെങ്കിൽ എനിക്ക് സാലറി കിട്ടിയപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചു തന്നു, സപ്പോർട്ടീവ്. ഓക്കെ. അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിച്ചു തന്നു. ഇപ്പൊ സാലറി കിട്ടുമ്പോൾ എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അത് നല്ലൊരു സ്വഭാവമായിട്ടാണ് തോന്നിയത്. പിന്നെ വാട്ട്സ് സംതിങ് യു ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ ബട്ട് ഹാവൻറ്റ് യെറ്റ്? ആക്ച്വലി അതിന്റെ നമ്മൾ രണ്ടുപേരും ഉത്തരം ഒന്നാണ്. കാരണം നമുക്ക് എസ്കലേറ്റർ ഭയങ്കര പേടിയാണ്. ഒന്നാമത്തെ നമുക്ക് ഹൈറ്റേ ഭയങ്കര പേടിയാണ്. പക്ഷെ ഹൈറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഓക്കെ ആക്കാം. പക്ഷെ ഈ എസ്കലേറ്റർ
നമ്മളെ കൊണ്ട് പറ്റണില്ല. നമുക്ക് ലിഫ്റ്റും പേടിയായിരുന്നേ, പക്ഷെ നമ്മൾ ലിഫ്റ്റിൽ പിന്നെ കയറി ഓക്കെ. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ലുലു മോളിൽ പോയപ്പോ അവരെ കൊണ്ട് പറ്റണ എല്ലാം നോക്കി ഞാൻ കയറിയില്ല. അവസാനം ആൾക്കാരൊക്കെ എന്നെ ചീറപ്പ് ചെയ്ത് ഇത് ക്ലാപ്പൊക്കെ ചെയ്ത് വാ കമോൺ. എന്നിട്ട് ഞാൻ കയറിയില്ല. എന്നിട്ട് ഒരു ആന്റി പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാം, നീ വാ, ഞാൻ മുകളിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, ഞാൻ ഇങ്ങ് വന്നാണെന്ന് പറഞ്ഞാൽ അവരെന്റെ കൈ വിളിച്ചുകൊണ്ട് പോയോണ്ടാണ് ഞാൻ കയറിയത്. നമ്മൾ ഇതുവരെ കയറിയിട്ടല്ല. എനിക്ക് ആക്ച്വലി ആ ഒരു ഫിയർ ഫേസ് ചെയ്യണമെന്നുണ്ട്. കാരണം എന്റെ ഈ വർഷത്തെ ഒരു ഗോൾ എന്ന് പറയണമെങ്കിൽ എസ്കലേറ്റർ കയറണമെന്ന് തന്നെയാണ്. കാരണം നമുക്ക് അത് ആ ഒരു പേടി ഉള്ളവർക്ക് അറിയാൻ പറ്റും. സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് ആ കയറാൻ അങ്ങനെ വരൂലല്ലേ, വീണ് തല ബാക്കിൽ ഇടിക്കുവോ, വേറൊരു കാര്യം എനിക്കും ആയിരിക്കും എല്ലാം ഭയങ്കര പേടിയാണ്. എല്ലാം ഹൈറ്റ്, പിന്നെ ഇടുങ്ങിയ വഴി, പട്ടി, ക്ലോസ്ട്രോഫോബിക്. അങ്ങനെ പട്ടി, സ്നേഹിനെ പേടിയാണ്. പിന്നെ നമുക്ക് എല്ലാം നമുക്ക് അത്, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഉള്ള ഒരു സ്വഭാവമായിട്ട് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവും. നമുക്ക് ഇത് ഒരു അറിഞ്ഞൂടാത്ത ഒരാളടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഏക്കണമെന്നില്ല. അത് പിന്നെ അതുകൊണ്ട് നമ്മളൊരു പേടി ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് അത് കുറച്ച് റിലീഫ് ഉണ്ടാവും അല്ലേ. അതെ. അടുത്തത് വാട്ട്സ് യുവർ ലവ് ലാംഗ്വേജ്? ആക്ച്വലി എനിക്ക് ലവ് ലാംഗ്വേജ് ആർക്കും ഇഷ്ടം എന്ന് പറയുന്നത് ഹഗ്ഗാണ്. എനിക്കിങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും, ഭയങ്കര സ്നേഹമുള്ളടുത്ത്. എനിക്ക് ഈ ഫിസിക്കൽ ടച്ച് എന്നോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും എനിക്ക് സംസാരിക്കാം, എന്ന് വെച്ചാൽ എനിക്ക് അവർ ഇഷ്ടമില്ലെന്നല്ല, എനിക്കൊരു കംഫർട്ട് ഇല്ല. അതിപ്പോ ആരെയായാലും ശരി, അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് സംസാരിക്കുമ്പോഴാണ് ആ ഒരു കണക്ഷൻ വരണത്. അല്ലാതെ ഇങ്ങനെ കൈ പിടിക്കുന്നത് ഓക്കെയാണ്, അല്ലാതെ ഇങ്ങനെ ഹഗ്ഗിങ് കിസ്സിങ് ഫ്രണ്ട്സിന്റെ ഇടയിൽ അതെനിക്ക് അത്ര താല്പര്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു എൻജോയ്ഡ് അവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ.